നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. മഹാരാജാവായിരിക്കുന്ന അശ്വപതി തൻ്റെ മകളുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് സമുചിതമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ആ കാട്ടിൽ ദ്യുമത്സേനന്റെ ആശ്രമത്തിൽ വേണ്ടുന്ന സന്നാഹങ്ങളോടൊപ്പം എത്തിച്ചേരാനായിട്ടും നിശ്ചയിച്ചു. തൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചു, അവരെല്ലാം വരുത്തി. അതേപോലെ തന്നെ മന്ത്രിമാരും സൈന്യങ്ങളും എല്ലാം അണിനിരന്നു. വേദം ഭംഗിയായി ചൊല്ലുന്ന വൈദികന്മാർ എല്ലാവരും അനുഗ്രഹ സങ്കല്പങ്ങളുമായി മുന്നിൽ നിന്നു. വിവാഹത്തിന് വേണ്ടുന്നതായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു രാജാവ്. അതിനു വേണ്ടുന്ന സാധനങ്ങളെല്ലാം സംഭരിച്ചു. അത് ഭംഗിയായിട്ട് രഥങ്ങളിൽ അടുക്കി വച്ചു. അവയെല്ലാമായിട്ട് അദ്ദേഹം ഗംഭീരമായൊരു ഘോഷയാത്ര സാവിത്രയും കൂട്ടിക്കൊണ്ട് അവിടെ ദ്യുമത്സേനൻ വസിക്കുന്നതായ ആ ആശ്രമത്തിൻ്റെ മുന്നിലേക്ക്. അഥ കന്യാപ്രദാനേ സ തമേവാർത്ഥം വിചിന്തയൻ സമാനിന്യേച്ച തത്സർവം ഭാണ്ഡം വൈവാഹികം നൃപ. ആ രാജാവ് കന്യാദാനത്തിന് വേണ്ടുന്നതായ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കി. അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി വലിയൊരു ഘോഷയാത്രയായിട്ട് അവിടെ എത്തിച്ചേർന്നു. മേധ്യാരണ്യം സ ഗത്വാച ദ്യുമത്സേന ആശ്രമം നൃപ. ഏറ്റവും പവിത്രമായിരിക്കുന്ന ആ കാട്ടിലേക്ക്, ആ തപോവനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. തപോവനം പവിത്രമാണ്. വിശേഷിച്ചും ദ്യുമത്സേനന്റെ ആ കഠിനമായ തപസ്സുകൊണ്ട് ആ വനം പവിത്രീകൃതമാണ്. അതങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ തന്നെ അശ്വപതിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെയുള്ളതായ പവിത്രമായിരിക്കുന്ന ആ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അദ്ദേഹം ദ്യുമത്സേനന്റെ ആശ്രമത്തിന് സമീപം എത്തിച്ചേർന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും കുതിരകളുടെയും തേരുരുളുകളുടെയൊക്കെ ബഹളം കൊണ്ട് ആശ്രമത്തിന് തടസ്സം വരരുത്, അതിനു വേണ്ടിയിട്ട് അവയെല്ലാം ഇങ്ങ് ദൂരെ ആശ്രമത്തിൽ നിന്നിട്ട് അകലെ നിർത്തി. എന്നിട്ട് പദ്ഭ്യാമേവ ദ്വിജൈസാർത്ഥം രാജർഷി തമുപാഗതം. രാജർഷിയായിരിക്കുന്ന അശ്വപതി കാൽനടയായിട്ട് ദ്യുമത്സേനന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആശ്രമത്തിന് ഒരു തടസ്സവും വരരുത്. ആശ്രമം പ്രശാന്തമാണ്, അന്തരീക്ഷം പ്രശാന്തമാണ്, കോലാഹലരഹിതമാണ്. അവിടെ ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ കാൽനടയായി നഗ്നവാദനായിട്ട് ബ്രാഹ്മണരോടൊപ്പം വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ബ്രഹ്മജ്ഞാനികളോടൊപ്പം നേരെ ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴോ തത്രാപശ്യൻ മഹാഭാഗം ശാലവൃക്ഷം ഉപാശ്രിതം കൗശ്യാം ഭൃസ്യാം സമാസീനം ചക്ഷുർഹീനം നൃപം തഥാ. അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴേക്കും കണ്ണുകൾ ഇല്ലാത്തവനായ, കാഴ്ചശക്തി ഇല്ലാത്തവനായ ദ്യുമത്സേനൻ എന്ന ആ ശാൽവ രാജാവിനെ അശ്വപതി, മദ്രദേശത്തിലെ രാജാവാണ് അദ്ദേഹം, അശ്വപതി നേരിട്ട് കണ്ടു. അതേ എവിടെയായിരിക്കുന്നത്? അവിടെ വലിയൊരു സാലവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം പ്രശാന്തനായിട്ട് ഇരിക്കുന്നു. കുശപ്പുല്ലുകൊണ്ട് നിർമ്മിച്ച, ദർഭപ്പുല്ലുകൊണ്ട് നിർമ്മിച്ചതായ ഒരു തടുക്ക് വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. മഹാഭാഗ്യശാലിയാണ് അദ്ദേഹം. എന്തുകൊണ്ടെന്നാൽ സത്യവാൻ എന്ന പുത്രനെ, സർവഗുണ സമ്പന്നനായ പുത്രനെ അദ്ദേഹത്തിന് ലഭിച്ചല്ലോ. അങ്ങനെ മഹാഭാഗ്യശാലിയായ അദ്ദേഹത്തെ നേരിട്ട് കൺമുന്നിൽ കണ്ടു.
ആകെ അദ്ദേഹത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നതായ പരാധീനത അദ്ദേഹത്തിന് കാഴ്ചശക്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടതും. ഇതെല്ലാം അശ്വപതിക്ക് ഭംഗിയായി അറിയാമല്ലോ. ദൂരെ നിന്ന് തന്നെ വളരെ വിനയത്തോടു കൂടിയിട്ട് അശ്വപതി അദ്ദേഹത്തെ വന്ദിക്കുകയാണ്. ദ്യുമത്സേനനെ കാണാൻ കഴിയില്ല എന്നത് അശ്വപതിക്കറിയാം. എങ്കിലും തൻ്റെ ഹൃദയത്തിലുള്ളതായ ആ ഭക്തിയെ അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിച്ചു. അതേപോലെ കൂടെ വന്നവരും വളരെ ദൂരെ വെച്ച് തന്നെ അദ്ദേഹത്തെ വന്ദിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനത്തോടുകൂടി അവർ അദ്ദേഹത്തിൻ്റെ ദ്യുമത്സേനന്റെ സമീപത്ത് എത്തിച്ചേർന്നതിന് ശേഷം അശ്വപതി താൻ ആരാണ് എന്ന് ദ്യുമത്സേനനെ അറിയിക്കുകയാണ്. ആരൊക്കെയോ തൻ്റെ മുന്നിലേക്ക് വരുന്നു എന്ന് മാത്രമേ ദ്യുമത്സേനന് മനസ്സിലായുള്ളൂ. അതുകൊണ്ട് അശ്വപതി അത് പറഞ്ഞു കേൾപ്പിക്കുന്നു. വലിയ വാചാടോപമൊന്നുമില്ലാതെ, സാധാരണ പലരും ഇതേപോലുള്ളതായ സന്ദർഭങ്ങളിൽ അതുവരെ ഇല്ലാത്തതായ ആഘോഷങ്ങൾ സംഭാഷണത്തിൽ വരുത്തും. അതൊന്നുമില്ലാതെ വാച സുനിയതോ ഭൂത്വ ചകാര ആത്മനിവേദനം, തന്നെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ, താൻ ആരാണ് എന്നും എവിടെ നിന്ന് വരുന്നു എന്നും ഉള്ളതായ കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് അടുക്കി ഉറപ്പിച്ച് എടുത്ത വാക്കുകൾ കൊണ്ട്, വ്യക്തമായി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു. കാരണം മഹാതപസ്വിയായ ഒരു രാജാവിന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം തപസ്വിയായ അശ്വപതിക്കുണ്ട്. 18 വർഷം അദ്ദേഹം ചെയ്തതായ സവിശേഷമായ സാവിത്രി ഹോമം, ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്തതായ ഹോമം, അതൊക്കെ നാം ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം എപ്പോഴും പ്രതിഫലിക്കും. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ദ്യുമത്സേനനോട് താൻ വന്നു ചേർന്ന വിവരം അദ്ദേഹം അറിയിക്കുമ്പോൾ ദ്യുമത്സേനൻ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം കൊടുക്കുകയാണ്. അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സേവിക്കണം, അതിഥി ദേവോ ഭവ എന്നാണ്. അങ്ങനെ അതേ പ്രകാരത്തിൽ എതിരേൽക്കുകയാണ് ദ്യുമത്സേനൻ. അദ്ദേഹത്തെ സഹായിക്കാൻ സത്യവാനുണ്ട്, അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്. ദ്യുമത്സേനന് വലുതായിട്ട് ഓടി നടന്ന കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല, അന്ധനാണ്. ആ ആശ്രമം മുഴുവൻ നല്ല പരിചയമുണ്ട്, എങ്കിലും അന്ധനാണ്. അപ്പോൾ ഭാര്യയുണ്ട്, മകനുണ്ട്, അതേപോലെ തന്നെ ആ ആശ്രമത്തിൽ തന്നെ ഉള്ളവരായ മറ്റനേകം തപസ്സുജനങ്ങളുണ്ട്. അവരുടെ സഹായത്താൽ തസ്യ അർഘ്യമാസനം ചെയ്വ ഗാംച ആവേദ്യച്ച ധർമ്മവിത്ത്, ധർമ്മത്തെ അറിയുന്നവനായ ദ്യുമത്സേനൻ യഥായോഗ്യം അശ്വപതിയെ സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് അർഘ്യം നൽകി, അദ്ദേഹത്തിന് പാദ്യം നൽകി. അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആശ്രമത്തിൽ ലഭിക്കുന്നതായ പവിത്രമായ സമുചിതമായ പീഠം അദ്ദേഹത്തിന് നൽകി. കൊട്ടാരത്തിലുള്ളതായ വലിയ വലിയ സന്നാഹങ്ങളൊന്നും ആശ്രമത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ആശ്രമത്തിലുള്ളത് കൊട്ടാരത്തിലുള്ളതിനേക്കാളും വളരെയേറെ പവിത്രമാണ്. ലൗകിക ദൃഷ്ടിയ വില കുറവുള്ളതായ സാധനങ്ങളാണ് എന്ന് തോന്നും. കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെയുള്ളതെല്ലാം. അങ്ങനെ ഭൗതിക വിഭൂതികൾ കുറവായിരിക്കും, പക്ഷേ പവിത്രത, ഈശ്വരീയമായ അനുഗ്രഹം അതിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനെയുള്ളതായ പീഠവും ഒക്കെ നൽകിയിട്ട് കിം ആഗമനമിത്യേവം രാജാനമബ്രവീത്, രാജാവായ ദ്യുമത്സേനൻ രാജാവായ അശ്വപതിയോട് എന്തുകൊണ്ടാണ് അങ്ങ് ഇവിടെ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് വന്നു ചേർന്നത് എന്ന് ചോദിക്കാൻ, ഇത് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അശ്വപതി. അങ്ങനെ ആഗമന കാരണം ചോദിച്ച ഉടൻ തന്നെ അശ്വപതി അത് തന്റെ ഹൃദയത്തിൽ എന്താണോ സങ്കല്പിച്ചിരിക്കുന്നത് അത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. സാവിത്രി നാമരാജർഷേ കന്യേയം മമശോഭന. അല്ലയോ രാജർഷേ, ദ്യുമത്സേനനെ അദ്ദേഹം സംബോധന ചെയ്യാണ്. ഭാരതത്തിന്റെ പവിത്രമായ സങ്കല്പമാണ് രാജർഷി എന്നുള്ളത്.
ചുമ്മാ എല്ലാവർക്കും രാജാവാകാൻ അധികാരമില്ല, യോഗ്യതയില്ല. പലരും ആയുധത്തിൻ്റെ ബലത്തിലും സംഘടനയുടെ ബലത്തിലും മറ്റുള്ളവരെയെല്ലാം സംഹരിച്ചിട്ട് സിംഹാസനം പിടിച്ചെടുക്കാറുണ്ട്. അങ്ങനെ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് ലോകത്തെ ഉപദ്രവിക്കുന്ന ആളുകളുമുണ്ട്. അവരെ രാക്ഷസന്മാരെന്ന് പറയും. ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ധാരാളം പേരെ കാണാം, ഇന്നും കാണാം. പക്ഷേ ഭാരതത്തിന്, പ്രത്യേകിച്ചും പ്രാചീന ഭാരതത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഇവിടെ സിംഹാസനത്തിലിരുന്ന് നാട് ഭരിക്കുന്നവരായ ആളുകൾ രാജാവ് മാത്രമല്ല, പിന്നെ ഋഷി കൂടിയായിരിക്കണം എന്നാണ് നിയമം. അവർ ഋഷിയായിരിക്കണം. ആരാണ് ഋഷി? ഉള്ളിലേക്ക് കടന്നു ചെന്ന് സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നയാളാണ് ഋഷി. ഋഷിമാര് തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും മനുഷ്യജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും പ്രപഞ്ച ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെയും പ്രപഞ്ച സത്യത്തെയും തൻ്റെ ഉള്ളിലും പ്രപഞ്ചത്തിനുള്ളിലും കടന്നു ചെന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നു. അവരെയാണ് ഋഷി എന്ന് പറയുക. പ്രപഞ്ച യാഥാർത്ഥ്യം അറിയണമെങ്കിൽ തൻ്റെ യാഥാർത്ഥ്യം അറിയണം. അതിന് തൻ്റെ ഉള്ളിലേക്ക് തന്നെ കടന്നു ചെല്ലണം. ആദ്യം അന്വേഷിക്കേണ്ടത് അവരവരുടെ ഉള്ളിലാണ്. അവരവരുടെ ഉള്ളിലെത്തി സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, താൻ ഈ ശരീര മനോബുദ്ധികളല്ല പരമാത്മാവ് തന്നെയാണ് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഉള്ളിലിരിക്കുന്നതായ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, സർവ്വജഗത്തും വ്യാപിച്ചു നിൽക്കുന്നത് ആ ഒരേ ഒരു സച്ചിദാനന്ദമാണ് എന്നറിയും. അങ്ങനെ ജഗത്തിന്റെ ഹൃദയവും അറിയും. പ്രപഞ്ചത്തിന്റെ പരമാത്മാ വൈഭവത്തെ അറിയാൻ ആദ്യം തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയണം. അന്വേഷണം തന്നിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അങ്ങനെ ആരാണോ തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് തൻ്റെ സ്വരൂപത്തെയും അറിഞ്ഞ് പ്രപഞ്ച സ്വരൂപത്തെയും അതിലൂടെ അറിയുന്നത്, അവരാണ് ഋഷി. ഭരണാധിപൻ ഋഷിയായിരിക്കണം. ലോകത്തെ നയിക്കാനുള്ളയാളാണ് അദ്ദേഹം. സമൂഹത്തെ നയിക്കാനുള്ളയാളാണ് അദ്ദേഹം. ജീവിതമെന്തെന്ന് അറിഞ്ഞുകൂടാത്തയാൾ സിംഹാസനത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാലോ സമൂഹത്തെ അധർമ്മത്തിന്റെ ബന്ധാവിലൂടെയായിരിക്കും നയിക്കുക, സ്വാർത്ഥ മോഹങ്ങളുടെ ബന്ധാവിലൂടെയായിരിക്കും നയിക്കുക. കാരണം അവിടെ ഭരണാധിപനായി ആയുധം കയ്യിൽ വച്ചിരിക്കുന്നതായ ആള് സ്വാർത്ഥിയാണ്, അദ്ദേഹത്തിന് യോഗ്യതയില്ല. അങ്ങനെയുള്ളയാള് തൻ്റെ ജീവിതം മുഴുവൻ സ്വാർത്ഥപൂർണമായ കർമ്മങ്ങളെ കൊണ്ട് ജടിലമാക്കും. അത് ലോകത്തിന് മുഴുവൻ ദുഃഖകരമായി തീരുകയും ചെയ്യും. എത്രയോ മഹായുദ്ധങ്ങൾ ഇങ്ങനെ ലോകത്തിന് ഉണ്ടാക്കി വെച്ച് ലോകത്തെ മുഴുവൻ കരയിച്ചത്, വേദനിപ്പിച്ചത്, സംഹരിച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ, കോടിക്കണക്കിന് മനുഷ്യരെ മഹായുദ്ധങ്ങളിലൂടെ കൊന്നൊടുക്കിയത് അങ്ങനെയുള്ള അക്രമികളായിട്ടുള്ള ഭരണാധിപന്മാരാണ്. എന്നാൽ ആരാണോ തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന ആത്മാവിനെ അറിയുന്നത്, അവർ ഈ പ്രപഞ്ചം മുഴുവൻ താനാകുന്ന ആത്മാവിൽ ഉണ്ടായി നിലനിന്ന് വിലയിക്കുന്ന സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അവർ ഈ ലോകത്തിന് ഹിതകരമായ കാര്യങ്ങൾ തീരുമാനിച്ചറിഞ്ഞിട്ട് അത് ലോകത്ത് പ്രവർത്തിപ്പിക്കുന്നു, ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ സ്വജീവിതത്തെ തപോമയമാക്കും. തപസ്സുകൊണ്ട് കണ്ടറിഞ്ഞു. രാജ്യഭരണം നടത്തുന്നതിനിടയ്ക്ക് അവർ കഴിയുന്നിടത്തോളം സമയം ശേഖരിച്ചിട്ട് വീണ്ടും 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 സ്വന്തം ഉള്ളിലേക്കും പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിലേക്കും കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യും. അവർക്ക് കർമാനുഷ്ഠാനവും തപസ്സാണ്. അതേപോലെ തന്നെ വലിയ മഹാപർവ്വതങ്ങളുടെ ഗുഹകൾക്കുള്ളിൽ ഏകാന്തതയിലിരുന്ന് ആത്മദർശനം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതും തപസ് തന്നെയാണ്. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഭരണത്തിന്റെ ഇടയിൽ വലിയ തിരക്കാണ്. ആ തിരക്കുകൾക്ക് നടുവിലും തപസ് ചെയ്യുന്നു. അതിന് കൂടുതൽ അഭിവൃദ്ധി വരുത്താൻ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവർ തപസ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് രാജർഷിമാർ. അതാണ് ഭാരതത്തിന്റെ ഭരണയന്ത്രത്തിന്റെയും ഭരണക്രമത്തിന്റെയും അടിസ്ഥാന ശില. അങ്ങനെയുള്ള രാജർഷിമാരുടെ ചരിത്രമാണ് നമുക്ക് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കാണാൻ കഴിയുക. ഇവിടെ ഇതാ രണ്ട് രാജർഷിമാര്.
രണ്ട് രാജർഷിമാര് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരാള് താൻ വന്നതിൻ്റെ കാരണം അറിയിച്ചു. ഇനി അടുത്തയാള് അതിന് മറുപടി പറയണം. സാവിത്രി നാമ രാജർഷേ കന്യേയം മമശോഭന. എനിക്ക് ശോഭനീയമായ ഗുണഗണങ്ങളോട് കൂടിയതായ ഒരു കന്യകയുണ്ട്. സാവിത്രി എന്നാണ് അവളുടെ പേര്. അല്ലയോ രാജർഷേ, താം അവളെ സ്വധർമ്മേണ ധർമ്മജ്ഞ സുനിഷാർത്ഥേ ത്വം ഗൃഹാണമേ. അവളെ അങ്ങ് മരുമകളായിട്ട് സ്വീകരിച്ചാലും, സുനിഷാർത്ഥേ മരുമകളായിട്ട് സ്വീകരിച്ചാലും അങ്ങയ്ക്ക് എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞ ഒരു മകനുണ്ടല്ലോ. ആ മകന്റെ പത്നിയായിട്ട്, അങ്ങയ്ക്ക് മരുമകളായിട്ട് ധർമ്മ വിധിപ്രകാരം അങ്ങ് എൻ്റെ മകളെ സ്വീകരിച്ചാലും. ദ്യുമത്സേനൻ ആ വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിന് അത് സന്തോഷകരമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മധുര അധിപതിയായിരിക്കുന്ന അശ്വപതിയെ അദ്ദേഹത്തിന് പണ്ടേ തന്നെ കേട്ട് അറിവുണ്ട്. അശ്വപതി പരമധാർമ്മികനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനാൽ അങ്ങനൊരു വിവാഹം തന്റെ പുത്രന് ഏറ്റവും യുക്തമാണ്. പക്ഷേ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുറവുണ്ട്. ആ ഒരു ചിന്ത അദ്ദേഹത്തെ പ്രതിബന്ധിക്കുന്നു. എന്താ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ച്യുതാസ്മ രാജ്യാത് വനവാസമാശ്രിത ചരാമധർമ്മം നിയതാസ്തപസ്വിനഃ. അദ്ദേഹം അശ്വപതിയോട് പറയുകയാണ്, വിമത്സനന്റെ വാക്കുകളാണിത്. ഞാനിപ്പോ രാജാവല്ല, ഞാൻ ശാൽവരാജ്യത്തിലെ രാജാവായിരുന്നു. അത് പഴയൊരു കഥ. രാജ്യത്തിൽ നിന്നിട്ട് ഞാൻ ഇതാ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. എന്റെ രാജ്യം അപഹൃതമായിരിക്കുന്നു. ഞാനിപ്പോ രാജ്യത്തിന് പുറത്ത് ഈ കാട്ടിന്റെ ഉള്ളില് ഒരു ആശ്രമം നിർമ്മിച്ചിട്ട് ഇവിടെ ഞാൻ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നു. തപസ്വികളുടേതായ മാർഗത്തെ അവലംബിച്ചിട്ട്, അവരുടേതായ ധർമ്മത്തെ അവലംബിച്ചിട്ട്, ചരാമധർമ്മം, തപസ്വികളുടേതായ ധർമ്മത്തെ അവലംബിച്ചിട്ട് ഞാൻ ജീവിക്കുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ തപസ് ചെയ്യുന്നു.